ഹായ്, ഇത് കണ്ടോ? ഈ മുളകിന്റെ പേരെന്താന്ന് അറിയാവോ? ഞാനിങ്ങനെ ഇതിന്റെ കളറ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു ചേച്ചിയുടെ അടുത്ത് ഞങ്ങളുടെ ഒരു ചേച്ചിയുടെ അടുത്തുനിന്ന് തൈ മേടിച്ചു കേട്ടോ. അപ്പൊ അത് ഒത്തിരി ഒന്നും വലിപ്പം വെച്ചൊന്നുമില്ല, കുഞ്ഞിനെ തന്നെ അത് പൂവും കായും ഒക്കെ ഇട്ടു. കണ്ടോ? ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞു തരണേ, എനിക്കറിയത്തില്ല ഇതിന്റെ പേരെന്തുവാന്ന്. അപ്പൊ ഇതായി, ഇത് നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം. എന്റെ പച്ചക്കറിയൊക്കെ തീരാനായി കേട്ടോ. പയറിന്റെ വിളവൊക്കെ കഴിഞ്ഞു. പിന്നെ ആദ്യമേ പയറൊക്കെ ഇടണം. ഇപ്പൊ മഞ്ഞല്ലേ, അപ്പൊ ഇപ്പം പയറൊക്കെ മുളപ്പിക്കണം. പക്ഷെ നമ്മൾ അത് പറിച്ചു കളയാന്നൊക്കെ വിചാരിക്കുമ്പോ ഉണ്ടല്ലോ, അതിൽ നിന്ന് പിന്നെയും കിട്ടും. അപ്പൊ പിന്നെ അത് പറിക്കാനും തോന്നത്തില്ല. അതാ ഇന്നൊരു 4 മുളക് കിട്ടിയിട്ടുണ്ടേ. ഇത് കണ്ടോ? ഇതിന്റെ പേരറിയാവുന്ന ഒരു കമന്റ് ഇടണേ. എനിക്ക് ഇതിന്റെ പേരറിയത്തില്ല. നീലമുളകൊന്നും എങ്ങാനും ആയിരിക്കും അല്ലേ. എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയുണ്ട് നമുക്ക് നീണ്ട മുളകുണ്ട് പറിക്കാൻ, അതും കൂടെ പറിക്കാം. നമ്മൾ കൈകൊണ്ട് പൊട്ടിച്ചെടുക്കുമ്പോഴേ അതിന് കേടാവുമല്ലോ എന്ന് വിചാരിച്ചോണ്ടാ ഞാനിങ്ങനെ. ഇത് കുറച്ചൊന്ന് മണ്ണ് കുറഞ്ഞു കേട്ടോ. ഇതിന് മണ്ണ് കുറഞ്ഞപ്പം കുറച്ചൊന്ന് മൊരടിപ്പായി. അതായത് അതിന്റെ ഒരു അരഭാഗം മണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇച്ചിരി വളത്തിന് കുറവുണ്ട് ഇതിനെ. ഇനി ആദ്യം അതിന് വളമൊക്കെ ഇട്ട് കൊടുക്കണം. ചെറിയ മൊരടിപ്പ് വന്ന് അതിന്. എന്നാലും നമുക്ക് ആവശ്യമുള്ള പച്ചമുളക് നമുക്ക് തരും. നമുക്കിവിടെ അധികം പച്ചമുളകിന്റെ ആവശ്യമില്ല. എരിവ് അങ്ങനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടേ മുളക് ഇവിടെ അങ്ങനെ യൂസ് ചെയ്യത്തില്ല. എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് കിട്ടും. ചെറിയ മൊരടിപ്പ് വന്നു നമ്മുടെ തൈക്ക്. നമുക്കത് മണ്ണൊക്കെ ഇട്ട് വളമൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഇത് ഇത്രയും പച്ചമുളകും കിട്ടി നമുക്ക്. ഞാൻ ആ മുളകിന്റെ, നമ്മുടെ നീലമുളകില്ലേ, ആ നീലമുളകിന്റെ അകത്ത് തന്നെ ഒരു ചീര നട്ടു വെച്ചിട്ടുണ്ട്. കണ്ടോ? നമുക്ക് ഇടയ്ക്കിടയ്ക്ക് 2 കഷ്ണം ചീരത്തണ്ട് എടുത്ത് പരിപ്പിന്റെ അകത്ത് ചാറ് വെക്കാവല്ലോ. അങ്ങനെ ചീരയിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇവിടെ വഴുതനയാണേ. ഇത് ഇച്ചിരി കൂടെ വലുതാവാനുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ വഴുതന അങ്ങ് മുറിച്ചെടുക്കാം. അങ്ങനെ ഒരു വഴുതനയും കിട്ടി. മുറിച്ചെടുക്കുമ്പോ അതിനിങ്ങനെ കൊള്ളാതെയൊക്കെ നോക്കണം. ഇവിടെ നിൽക്കുന്നൊരു വഴുതന കണ്ടോ? ഇതുണ്ടോ? ഇതിനൊന്നിങ്ങനെ കുത്തുകളോ പുഴുക്കുത്തോ ഒന്നുമില്ല. അപ്പൊ ഞാനൊരു ഇത് പറഞ്ഞിട്ടില്ല, കഞ്ഞിവെള്ളത്തിന്റെ ലായനി അതൊഴിക്കുകയും പിന്നെ കായം മിക്സ് അതൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കിങ്ങനെ പുഴുക്കൊത്തൊന്നും ഇല്ലാതെ നമ്മുടെ പച്ചക്കറികൾ പറിച്ചെടുക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ. അറിയാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കണ്ടോ? ദേ നമ്മുടെ വെണ്ടയ്ക്ക് ഞാൻ ഇന്നലെ കുറച്ച് പറിച്ചു, അതുകൊണ്ട് വെണ്ടയ്ക്ക് അധികം കാണുകയില്ല. എന്നാലും ഉള്ളത് നമുക്ക് പറിച്ചെടുക്കാം. ഇതിലേക്കൂടെ നടക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. ദേ പയറ്, ഇത് വിത്തിന് വെച്ചേക്കുന്ന കണ്ടോ? ഇന്നലെ വെണ്ടയ്ക്ക ചോദിച്ചില്ലേ എന്നോട്. ഇതാണ് കാളക്കൊമ്പം വെണ്ട കേട്ടോ. ഇല്ല, ഇത് വിത്തിന് വെച്ചേക്കുക. ഇത് നമ്മുടെ പാവല്, ഇതിനൊക്കെ കവർ ഇട്ടതാണേ. ഇത് കണ്ടോ? ഇതിനൊക്കെ കവർ ഇട്ടതായിരുന്നു. അത് കാറ്റും മഴയും വന്നപ്പം അതങ്ങ് പോയി. ഇനിയിപ്പോൾ ഇത് പറിക്കാനായി. ഇത് നമുക്ക് പറിച്ചെടുക്കാം. ഇവന്മാർക്കൊക്കെ ഇനി ആദ്യം കവറിട്ട് കൊടുക്കണം. അതല്ലേ, കുഞ്ഞന്മാരുണ്ട് ഇവിടെ, കുഞ്ഞന്മാരുണ്ട്. നമുക്ക് കവറിട്ട് കൊടുക്കണം ഇവന്മാർക്കെല്ലാം. നമുക്ക് ആ മൂത്ത അങ്ങ് പറിച്ചെടുക്കാം. നമ്മുടെ തക്കാളിയും പഴുത്തിട്ടുണ്ടേ. പക്ഷെ നല്ലോണം ആയതൊക്കെ നമുക്കങ്ങ് പറിച്ചെടുക്കാം. കണ്ടോ? ഇത്ര തക്കാളിയും കിട്ടി. വെയിലത്തെ വേർത്തു. അപ്പൊ നമുക്ക് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ പച്ചക്കറി ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ പയർ മാത്രം കുറവാ. പയർ കണ്ടമാനം കരിഞ്ഞെന്ന് വെച്ചാൽ അതിന്റെ വിളവ് കുറഞ്ഞു.
പിന്നെ പിന്നെ നമുക്ക് എലി കയറിയില്ലായിരുന്നു. എലി കയറിയപ്പം അതിന്റെ അടി കുറച്ച് മാന്തി. ഇപ്പൊ എലി കയറുന്നില്ല കേട്ടോ. എലിപ്പെട്ടിയൊക്കെ ഇവിടെ സ്ഥിരം വെച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ എലി കയറുന്നില്ല. അപ്പൊ അങ്ങനെ കാര്യം ഞാൻ കാണിച്ചു തരാവേ. ഇപ്പൊ അതിന്റെ അവസ്ഥ കണ്ടോ. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ പയറിന്റെ അവസ്ഥ. ഇലയൊക്കെ കരിഞ്ഞ് അങ്ങനെ വലിയ വിളവൊന്നും ഇല്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനിയിപ്പോൾ ഇതെല്ലാം പറിച്ച് കളഞ്ഞിട്ട് നമുക്ക് ആ ഗ്രോ ബാഗില് പിന്നെ വേറെ പയർ നടന്നു. കണ്ടോ മുകളിലോട്ടൊരു വെണ്ട നിൽക്കുന്ന കണ്ടോ. അത് ഇവിടുന്ന് അതാ എന്താ പറയുക, കാളക്കൊമ്പൻ വെണ്ട. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ഒരുപാട് വലുതാവും ആ വെണ്ടയെ. അത് മാത്രം ഉണ്ട്. ഇങ്ങനെ ഇടയ്ക്ക് മുട്ടിനൊക്കെ ഒരു 5-6 പയർ കിട്ടും. അപ്പം എന്നാന്നൊക്കെ പറഞ്ഞാലും നമ്മൾ നട്ടു നനച്ചുണ്ടാക്കുന്ന ചെടികളിൽ നിന്ന് പറിച്ചെടുക്കുന്ന നല്ല ഇനം പച്ചക്കറികൾ, അതിൽ നിന്നുണ്ടാകുന്ന ഒരു സന്തോഷം, എന്താ പറയുക, മനസ്സിനൊക്കെ ഒരു കുളിർമ, അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഒരു സന്തോഷം. ഇതൊക്കെ ഇങ്ങനെ പറിക്കുമ്പോഴും പിന്നെ നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുമ്പോഴല്ലേ. അപ്പം ചോദിക്കും പച്ചക്കറി എന്താ അയച്ചു തരാത്തന്നെ? എങ്ങനെ അയച്ചു തരാം? കൊറിയർ അയച്ചു തന്നാൽ പിന്നെ അണിഞ്ഞു പോലെ. അതും അല്ല കേട്ടോ, ഇവിടെ ഇതുപോലും തികയത്തില്ല. എന്നാന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ ചോറ് ശക്കല തിന്നത്തുള്ളൂ. പച്ചക്കറികൾ നല്ലോണം കഴിക്കും. ഇപ്പൊ പയറൊക്കെ തോരൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചോറ് ഒരു ഇത്രയും കഴിക്കും. നമ്മൾ ചോറ് കഴിക്കുന്ന അത്രയും പയർ കഴിക്കും. ഇപ്പൊ വൈകുന്നേരം ആയാലും പിന്നെ ഞങ്ങള് പിള്ളേർക്ക് ഇച്ചിരി ചോറും വേറെ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കും. ഞങ്ങൾ ഈ പയർ തോരൻ അല്ലെങ്കിൽ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, വഴുതനങ്ങ മെഴുക്കുവരട്ടി അങ്ങനെയൊക്കെ ഞങ്ങൾ കഴിക്കുന്നേ. അതുകൊണ്ട് ഇതാർക്കും കൊടുക്കാനുമില്ല. അതാണ് സത്യം. അതുകൊണ്ട് ഞാൻ ശരിക്കും പച്ചക്കറി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇത്രത്തോളം ഈ പച്ചക്കറികൾ കഴിക്കുമ്പം പുറത്തുനിന്ന് വിഷം അടിച്ചത് മേടിച്ച് കഴിക്കണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നമ്മൾ എടുക്കുന്നത്. ഇനി പയർ തീർന്നു, പയറൊക്കെ ഇനി നടണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.